ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡ്. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ വീണ്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അതിനകത്ത് നല്ല ഒരു എൻട്രി സെറ്റപ്പാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തേക്കുന്നത്. നല്ല വിജയ സാധ്യതയുള്ള ആണ്, പക്ഷേ ഈ ന്യായം പാലിക്കണം. എവിടെ നമുക്ക് മുഖ്യ ന്യായമായിരിക്കണം. അപ്പം അത് നിങ്ങളൊന്ന് പുതിയ ആൾക്കാരാന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആ ട്രേഡിൽ എൻട്രി എടുക്കുന്നവർ, അങ്ങനെയുള്ള ട്രേഡുകളിൽ എൻട്രി എടുക്കുമ്പോൾ ഒരെണ്ണം കിട്ടി അതുകൊണ്ട് നിർത്തി വീട്ടിൽ പോകാൻ ശ്രമിക്കുക. പിന്നെ ആ സൈസ് സാധനങ്ങൾക്ക് നോക്കിയിരുന്ന് കിട്ടിയത് കൂടെ വൈകുന്നേരം അവിടെ നമോഭാഗം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് വീട്ടിൽ പോകാനുള്ള വരരുത്. അതുകൊണ്ട് ന്യായം പാലിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും, ഇല്ലേ? ഞാൻ പിന്നെ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. പിന്നെ ഞാൻ എൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഇതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. കാരണം പൈസ പോകുന്നത് നമ്മുടെയാണ്, ഇല്ലേ? മാർക്കറ്റിൽ പല കളികളും കാണും. പണ്ട് ഞാൻ ഒരു നമ്പൂതിരിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അറിയത്തില്ലേ? നമ്പൂതിരി ഈ കുറേ സ്ഥലമുണ്ട്, അയ്യമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നിറച്ചും കപ്പ ഇട്ടേക്കുക, കമ്പ് ഇങ്ങനെ നിറച്ച് ഇട്ടേക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യുന്നു, ഒരു പട്ടി ഇങ്ങനെ ഓടിക്കളിക്കുക. ഓരോ പ്രാവശ്യം പട്ടി ഓടുമ്പോഴും ഓരോ കമ്പ് ഇങ്ങനെ മറിഞ്ഞ് വീണുകൊണ്ടിരിക്കുക. അപ്പം പട്ടിക്ക് ഇതൊരു ഭയങ്കര കളിയാണ്, ഒരു ഭയങ്കര രസം. ഒരു കമ്പ് വീഴുന്നു, വീണ്ടും ചാടുന്നു, അടുത്ത കമ്പ് വീഴുന്നു. അപ്പം തിരുവേനി അവിടെ നിന്ന് അവിടെ ഇങ്ങനെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ തിരുവേനി പറഞ്ഞു, പട്ടിക്ക് ഇതൊരു കളി, കമ്പ് പോകുന്നത് നമ്മുടെയാന്ന് പറഞ്ഞ കണക്ക് ഈ മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് മാർക്കറ്റിൻ്റെ സ്വാഭാവികതയാണ്. പക്ഷേ കാശ് പോകുന്ന ആരുടെയാ? നമ്മുടെ. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും നിന്ന് ട്രേഡ് ചെയ്തില്ലെങ്കിൽ കാശ് പോകുന്ന വഴി അറിയത്തില്ല. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീക്കിലി അനാലിസിലോട്ട് വരാം. അതിന് മുന്നേ നമ്മൾ ഒരു ഓപ്ഷൻ ബൈങ്ങിൻ്റെ ഒരു സെല്ലിങ്ങിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഈ വരുന്ന പെരുന്നാളിൻ്റെ അവധിക്ക്. എന്തായാലും നിങ്ങൾ എന്നോട് കാണിക്കുന്ന വിശ്വാസത്തിന് വളരെയധികം നന്ദിയുണ്ട്. കാരണം നമ്മൾ ആ ഓപ്ഷൻ ബൈങ്ങിൻ്റെ ക്ലാസ് അതിൻ്റെ പോസ്റ്റ് ഇട്ട് 24 മണിക്കൂർ തികയുന്നതിന് മുന്നേ തന്നെ ആ ക്ലാസ് എല്ലാം ഫില്ലായി. അപ്പം അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസമായിരിക്കും. ആ വിശ്വാസം ഞാൻ എന്നും നിലനിർത്താൻ ശ്രമിക്കും. എന്നും അത് മായാതെ അണയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിച്ച് ശ്രമിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അതുപോലെ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ക്ലാസ്സും കുറച്ച് ഫില്ലാകാനുണ്ട്, കുറച്ച് പേരൊക്കെ ചെയ്തു. എങ്കിലും ബൈങ്ങിനാണ് എല്ലാവർക്കും മുഖ്യം. സെല്ലിങ്ങിന് കാശ് വേണമല്ലോ. അപ്പോൾ ബൈങ്ങിനാണെങ്കിലും 5000 10,000 ആണെങ്കിലും പരിപാടി നടക്കുമല്ലോ. പക്ഷേങ്കിൽ എന്തായാലും ബൈങ്ങിൻ്റെ ക്ലാസ് ഫുള്ളായി. അപ്പോൾ നമ്മൾ അടുത്ത വീക്കെൻഡിൽ ആ ക്ലാസ് മനോഹരമായിട്ട് നടത്താൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മനോഹരമായി നടത്താൻ ഞാൻ ശ്രമിക്കും. അപ്പം എല്ലാവരും അതിലേക്ക് സ്വാഗതം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ളൊരു വഴി ഉണ്ടാക്കാം. ഓക്കെ, അതും പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിൽ ഞാൻ ഇന്നത്തെ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ മാർക്കറ്റ് ഒരു ക്രിട്ടിക്കൽ സോണിലാണ്. മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് ഒരു ക്രിട്ടിക്കൽ സോണിലാണ്. അപ്പം എന്ത് സംഭവിക്കും എന്നുള്ളത് അടുത്ത ഈ ഒരാഴ്ച വളരെ നിർണായകമാണ് അടുത്ത ഒരാഴ്ച. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് വേണേലും ഒരു വയലൻ്റ് മൂവിനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഒന്നുകിൽ താഴോട്ട് അല്ലെങ്കിൽ മുകളോട്ട്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന GDP എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് സംഗതി മാർക്കറ്റ് എക്സ്പെക്റ്റേഷനേക്കാളും വളരെ കൂടുതലാണ്. 7 മുകളിൽ. ഓക്കെ, അപ്പം അത് ഒരു ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഒരു നെഗറ്റീവ് ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് ഇന്ത്യയിൽ കൂടി വരുന്നു. ഇത് ഒരു നെഗറ്റീവ് സംഭവം. മൂന്നാമത്തെ സംഭവം, ട്രംപ് അണ്ണൻ വീണ്ടും കലാപരിപാടി ആരംഭിച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗതി എന്തായി തീരും എന്നുള്ള, താരിഫ് വീണ്ടും ടെമ്പററി ആയിട്ട് 15% ഒക്കെ പ്രഖ്യാപിച്ചതൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. പുള്ളി ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അപ്പം അതങ്ങനെ ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നു. പിന്നെ
വരുന്ന ആഴ്ചയാണെന്ന് തോന്നുന്നു, അതിൻ്റെ അടുത്ത ആഴ്ചയാണോ നമ്മുടെ അമേരിക്കൻ്റെ ഫെഡറൽ റിസർവിൻ്റെ മോണിറ്ററി പോളിസി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിനകത്തിലുണ്ട്. ഓക്കെ, ഇതെല്ലാം മാർക്കറ്റിനെ ശരിക്കും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് എന്താണ് അടുത്ത കഴിഞ്ഞ ഒരാഴ്ച ഞാൻ നല്ല വീക്കിലൻസ് ചെയ്തു, നിങ്ങളെല്ലാവരും കണ്ടു, ധാരാളം ആൾക്കാർ അത് കണ്ട്, സാധാരണ കാണുന്നതിനൊക്കെ കൂടുതൽ കണ്ടു. കാരണം നമ്മളൊരു ഇയർലി 10-15 കൊല്ലത്തെയാണ് ഒന്നിച്ചെടുത്ത് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായി, മാർക്കറ്റിൻ്റെ ഗതിവിഗതികൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി. അപ്പോൾ ഇന്നും നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് വേറൊരു രീതി ചിന്തിക്കാം, എങ്ങനെയാണ് മാർക്കറ്റ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത്. ചാർട്ട് എന്ത് പറയുന്നു, ചാർട്ട് എന്ത് പറയുന്നു എന്ന് നമുക്ക് ചാർട്ടിൻ്റെ അനലൈസിലൂടെ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പഴയ സാധനങ്ങളെല്ലാം എടുത്ത് കളയാം, ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട. ഓക്കെ, പഴയ സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്നു, ഡേ ക്യാൻഡിലോട്ട് മാറ്റുന്നു, റീസെറ്റ് ചെയ്യുന്നു, ഇത് പോട്ടെ. അപ്പം ഇനിയിപ്പം അടുത്ത പ്രാവശ്യം ഞാൻ നാട്ടിൽ വരുമ്പോൾ വെക്കുന്ന സെമിനാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴേ ആലോചിച്ചേക്കുക. കാരണം നിങ്ങളിൽ പലർക്കും വരയ്ക്കുന്നതിനതിൽ കുറേ പരിമിതികളുണ്ട് എനിക്ക് ഏറെക്കുറെ മനസ്സിലായി. അപ്പം അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നമ്മൾ വെക്കുന്ന സെമിനാർ ഓപ്ഷൻ ബൈയിങ് സെല്ലിംഗ് ഒന്നും ആയിരിക്കത്തില്ല, എൻ്റെ വരകൾക്ക് പിന്നിലെ രഹസ്യം, ഇതായിരിക്കും ടോപ്പിക്ക്. ഓക്കെ, അങ്ങനെ ഒരു സെമിനാർ നടത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. കാരണം ഈ വരയ്ക്കാൻ പഠിച്ചെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് പോകത്തുള്ളൂ. അത് ബേസിക് കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് മാർക്കറ്റിലെ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേഡ് ശരിക്കും വിന്നിങ് പ്രോബബിലിറ്റി കൂട്ടാൻ പറ്റും. ഓക്കെ, അത് പിന്നത്തെ കാര്യം. അത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതങ്ങനെ പറഞ്ഞ് പോവാം. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം, അതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഓക്കെ, സമയം കിടക്കുവാണല്ലോ. അപ്പം മാർക്കറ്റ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് മാറ്റി. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇതിനകത്തിൽ? ചുരുക്കം പറഞ്ഞ ഇതിനകത്തിലൊന്നും കാണുന്നൊന്നും ഇല്ല. ഒരു ഓൾ ടൈം ഹൈ കാണുന്നുണ്ട്, പിന്നെ ദാ ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ട്. ഈ ഒരു സംഭവം ഇങ്ങനെ വേണമെന്ന് വരച്ചിടാം അല്ലേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു സംഭവം ഞാനിങ്ങനെ കാണുന്നു. ഇതിപ്പോൾ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈൻ ഇടാൻ പോവാണ്, നിങ്ങൾ നോക്കിക്കോണേ. ബ്ലൂ ലൈൻ, ഈ ലൈൻ നിങ്ങൾ നോക്കിക്കേ. ഈ ലൈൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ വരച്ച് കാണിക്കാം. നിങ്ങൾ ഈ ലൈൻ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞേ, ഇവിടെ ഒരു റെസൻസ് ഉണ്ട് ഇല്ലേ. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു പോയി. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഇവിടെ സപ്പോർട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്ത് പിന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴെ പോയി. ഇവിടുന്ന് ശേഷം മാർക്കറ്റ് വീണ്ടും ഇവിടെ നിന്ന് റെസൻസ് റൈസ് ചെയ്തു. വീണ്ടും ഇവിടുന്ന് റീടെസ്റ്റ് എടുത്തത്. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇത് സംഭവം കണ്ടോ നിങ്ങൾ? ഒരു ഡെയിലി ബേസിസിലുള്ള റീടെസ്റ്റ് കണ്ടോ നിങ്ങൾ? ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റ് ഇങ്ങനെ വന്നു, താഴെ വന്നു, മുകളിലോട്ട് കയറി, ഇവിടെ മുട്ടി, വീണ്ടും റീടെസ്റ്റ് എടുത്ത് നേരെ മാർക്കറ്റ് താഴോട്ട് പോയി. കണ്ടോ റീടെസ്റ്റ് കണ്ടോ? അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ കാണുന്ന പോലെ തന്നെ എല്ലാ ടൈം ഫ്രെയിമിലും ഇങ്ങനെയുള്ള സംഭവവാസങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ആ ടൈം ഫ്രെയിമിൽ മാത്രമേ ട്രേഡ് ചെയ്യാവൂ. അല്ലാതെ 5 മിനിറ്റിൻ്റെ അതിനകത്ത് റീടെസ്റ്റ് കണ്ടിട്ട് 15 മിനിറ്റിൽ 1 അവറിലോ പോയി ട്രേഡ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ റീടെസ്റ്റ് കണ്ടിട്ട് പോയി 5 മിനിറ്റ്സിൽ പോയി ചെയ്യാൻ പാടില്ല. ഏത് ടൈം ഫ്രെയിമിലാണ് കാണുന്നത് ആ ടൈം ഫ്രെയിമിൽ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോയി. പിന്നെ ഇവിടെ ഇങ്ങനെ ഓടി കളിച്ചു, നേരെ വന്നു, പിന്നെയും ആ ഏരിയയിൽ തന്നെ വന്നേക്കുവാണ് അല്ലേ. മാർക്കറ്റ് കറക്റ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ആ ലൈനിലാണ്. അതായത് ഏകദേശം 24,750 കൂട്ടിക്കോ, 24,750 എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഇത്. ഓക്കെ, മാർക്കറ്റ് ഒന്നുകിൽ ഇവിടുന്ന് മേലോട്ട് പോകും, അല്ലെങ്കിൽ ഇവിടുന്ന് താഴോട്ട് പോകും. ഇത് വളരെ ക്രിട്ടിക്കൽ ഒരു സോണാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഒരു ക്രിട്ടിക്കൽ ഏരിയ, നിർണായക ദിവസങ്ങളാണ് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിന് വളരെ നിർണായകമാണെന്ന് പറയുന്ന കാര്യം. ഇത് ഒന്നുകൂടെ നമുക്കൊന്ന് വീക്കിലിയിലോട്ടൊന്ന് മാറ്റി നോക്കിയാലോ.
നമുക്ക് വീക്കിലിയിലോട്ടൊന്ന് മാറ്റി നോക്കാം. ഞാൻ ഇതിനെ വീക്കിലിലോട്ട് മാറ്റി നോക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എല്ലാ ക്ലൂവും കിട്ടുന്നുണ്ടോ നോക്കാം. നമുക്കെല്ലാം അരിച്ചു പെറുക്കി നോക്കാം. നമുക്ക് അത് പാത്ത് വെക്കാനൊന്നുമില്ലല്ലോ. നിങ്ങളും പഠിക്കാനിരിക്കുന്നവരല്ലേ. നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. ലോവർ ടൈം ഫ്രെയിമിലോട്ടൊന്ന് പോവാം. എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്തെങ്കിലും കാണുന്നുണ്ടോ മക്കളെ? ഓക്കെ, ഞാനൊരു സംഭവം കാണുന്നുണ്ട് അതിൽ. നോക്കിയോട്ടെ ഒരു മിനിറ്റ്. നമുക്കേ ഒരു ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ച് നോക്കാം. എവിടെയെങ്കിലും ഒക്കുമോ നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങോട്ട് പിടിച്ചാൽ ഇതാ നോക്കിയേ, നമുക്കൊന്ന് ഒപ്പിച്ച് നോക്കാം. ഓക്കെ, അത് കറക്റ്റാണ്. ഇനി മാറ്റാനൊന്നുമില്ല, ഒപ്പിക്കാനൊന്നും ഇല്ല, എല്ലാം കറക്റ്റാണ്. എങ്ങനെയുണ്ട് ഈ ട്രെൻഡ് ലൈൻ? എങ്ങനെയുണ്ട്? കൊള്ളാം ഇല്ലേ? ഈ ട്രെൻഡ് ലൈൻ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഈ ഒരു ട്രെൻഡ് ലൈൻ വെരി ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് ലൈനാണ്. ഇവനെ നമുക്കൊന്ന് കോപ്പി ചെയ്ത് നോക്കിയാലോ. നമുക്കൊന്ന് കോപ്പി ചെയ്ത് നോക്കാം. കോപ്പി ചെയ്യുന്നു, വെച്ച് നോക്കാം. ഉണ്ടോ? ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും നല്ല രീതിയിലൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന ഏരിയയാണ്. ഇപ്പം ഇതിപ്പോൾ ഞാൻ ഈ വച്ചതേ ഓരോരുത്തർക്കും ഓരോരോ ഐഡിയ ആണ്. എൻ്റെ ഐഡിയ ആയിരിക്കും നിങ്ങളുടെ ഐഡിയ, എന്നെപ്പോലുള്ള വേറൊരാൾക്കുള്ള ഐഡിയ വേറെ ആയിരിക്കും. അപ്പം ഞാൻ ഈ ട്രെൻഡ് ലൈൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് വെച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, വലിയ കുഴപ്പമില്ല. ഇവിടെ നോക്കി, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ എല്ലാം ഭയങ്കര റെസിസ്റ്റൻസ് ഫീൽ ചെയ്ത സ്ഥലമാണ്. അതിനുശേഷം ഇതാ നോക്കിക്ക് അതേ പോയിന്റിൽ തന്നെ വന്ന് ടച്ച് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു വന്നു അല്ലേ. അപ്പം എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരെണ്ണം ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നോക്കിക്കോട്ടെ. ഇതും കൂടി ഇവിടെ നോട്ടെ, ഇവിടെ കിടന്നോട്ടെ, നമുക്ക് ആട്ടമൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഇപ്പം ഞാൻ വീക്കിലി അനാലിസിസിൽ, വീക്കിലി ടൈം ഫ്രെയിമിൽ ഞാൻ കാണുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കാണുന്ന സംഭവം ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീക്കിലി ബേസിസിൽ ഈ ക്യാൻഡിൽ, ഇപ്പോൾ നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിലാണ് കിടക്കുന്നത്. ഓക്കെ, വീക്കിലി ബേസിസിൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ നമുക്കൊരു വീക്കിലി ബേസിസിൽ ഒരു ക്ലോസിങ് കിട്ടണം. വീക്കിലി ബേസിസിൽ ഒരു ക്ലോസിങ് കിട്ടിയാൽ നെക്സ്റ്റ് സംഭവം ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും. മനസ്സിലായി പറഞ്ഞാൽ, ഈ ട്രെൻഡ് ലൈനും അല്ലെങ്കിൽ ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകണം. ഇത് ഇവിടുന്ന് മേലോട്ട് പോകുന്ന ആ രീതി അനുസരിച്ചിരിക്കും ഈ ട്രെൻഡ് ലൈൻ ആണോ അതോ ഈ ഓൾ ടൈം ഹൈ ആണോ ടച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയോ തിരിച്ചു വരികയോ ചെയ്യുന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. എങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഇത്രയും കാണിച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിലിരിക്കുക, ഇങ്ങനൊരു സിനാരിയോ മാർക്കറ്റിലുണ്ട്. ഓക്കെ, ഇങ്ങനൊരു ട്രെൻഡ് ലൈന് പോകുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കരുതി വെച്ചേക്കുക. ഓക്കെ, ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ വീക്കിലെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈനുണ്ട്. ഇതും കറക്റ്റ് ഒരു സപ്പോർട്ടിലാണ്. ഇവിടെ വരച്ചപ്പോഴും കണ്ടോ സപ്പോർട്ടിൽ വലുതാക്കി കാണിക്കാം. നോക്കിക്കേ, കണ്ടോ കറക്റ്റ് ആ സപ്പോർട്ടിലാണ് ഈ സാധനം നിൽക്കുന്നത് ഇല്ലേ. അപ്പോൾ ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവനെ ഡെയിലിയിലോട്ട് മാറ്റാം. നോക്കിക്കേ, ഇത് കണ്ടോ. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 25 ഇതിന് മുകളിൽ ഇവിടെ കൂടെ ഒരു സാധനം ഇടാം, ഈ ഹൈ. ഓക്കെ, ഈ ഹൈ കട്ട് 25,118. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ അതേ തന്നെ. ഈ 25,118 മുകളിൽ മാർക്കറ്റ് ഡേ വൈസിൽ ഒരു ഡേ ക്യാൻഡിൽ നമുക്ക് ക്ലോസിങ് കിട്ടണം. മനസ്സിലായി പറഞ്ഞേ, ഒരു ഡേ ക്യാൻഡിൽ 25,118 മുകളിൽ ക്ലോസിങ് കിട്ടിയാൽ മാത്രമേ നിഫ്റ്റിക്ക് മുകളോട്ടൊരു ഫർദർ മൂവ് ഉള്ളൂ. ഓക്കെ, ഒരു ഫർദർ മൂവ് നിഫ്റ്റിക്ക് ഉള്ളൂ. ആ പോക്ക് അതിനൊരു കൺഫർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. മനസ്സിലായി പറഞ്ഞത്? വെരി സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിലാണ് ഞാൻ പറഞ്ഞത്.
ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ 750 നിൽക്കുന്നത്, 750 നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച 25 118 മുകളിൽ മാർക്കറ്റ് ക്ലോസിങ് കിട്ടണം. ഒരു ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ഏതെങ്കിലും ദിവസം ആയിക്കോട്ടെ. എന്നാണ് ഇതിന് ക്ലോസിങ് കിട്ടുന്നത്? ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു അപ്പ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൺഫർമേഷൻ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും. മനസ്സിലായി? ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു റാലി നമുക്ക് മുകളിലോട്ട് പ്രതീക്ഷിക്കാം. ഇതാണ് വീക്ക്ലി ബേസിസിൽ എനിക്ക് നിഫ്റ്റിയെ പറ്റി പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പം ഇത് കാര്യം മനസ്സിലായല്ലോ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത്ര നിങ്ങൾ വരച്ച് വെക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിനി ഇൻട്രാഡേയിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇൻട്രാഡേയിൽ നമുക്ക് നാളത്തെ ഒരു ട്രേഡ് നോക്കാം. ഈ ലൈൻ അവിടെ കടന്നോട്ട് കേട്ടോ, നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഡെയിലി വരച്ചതാണ്. അതുകൊണ്ടാണ് 5 മിനിറ്റിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഇത്രയും വലിയ പ്രശ്നങ്ങളാണ് ഇത് കാണുന്നത്. അത് പ്രശ്നമില്ല, അവിടെ കടന്നോട്ടെ. ഓക്കെ, അപ്പം നമുക്കിനി എന്താണ് മറ്റേ ലോ പറഞ്ഞില്ലല്ലോ, ഞാൻ താഴോട്ടുള്ള കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇനി താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇവിടെ നിന്ന് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവനാണ് ഇവിടുത്തെ ഈ ലൈൻ. ഓക്കെ, ഈ ലൈനായിരിക്കും താഴോട്ട് നമ്മൾ നോക്കേണ്ടത്. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ 24,500 താഴെ ഡെയിലി വൈസിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ, ഓക്കെ, 24,500 താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫർദർ ഡൗൺ നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അവിടെ നമ്മളൊരു തലേവര വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരു തലേവര നമ്മൾ നേരത്തെ പണ്ട് വരച്ച തലേവര ഉണ്ട്. എത്രയാണ്? 23,800 ഒരു തലേവര നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? അവിടെ തന്നെ കിടപ്പുണ്ട്. മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ പറയുന്ന വാക്കിനൊന്നും ഒരു മാറ്റവും ഇല്ല. 24,800 എന്ന് പറഞ്ഞൊരു തലേവര ഇവിടെ കിടപ്പുണ്ട്. ഈ തലേവര പൊട്ടിയാൽ 8ൻ്റെ പണി നമുക്ക് കിട്ടും. അപ്പം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തും സൂക്ഷിച്ചും വരച്ചും വെക്കുക. മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കുക. അതിനനുസരിച്ച് മാത്രം നമ്മൾ ട്രേഡിന് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ എല്ലാം ക്ലിയർ ആയല്ലോ? വെരി ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിനി ഇൻട്രാഡേ നോക്കാം. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കാം എന്താ സംഭവിക്കും. നാളെ എന്ത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നാളെ എന്ത് സംഭവിക്കും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് ഇവൻ ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 730 താഴെ പോയാൽ താഴോട്ട് നോക്കാം. മുകളിലോട്ട് നോക്കുകയാണെങ്കിലോ, മുകളിലോട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതാ 24,800 ഒന്ന് ക്ലിയർ ചെയ്തോട്ടോ, വേണ്ട, 24,786 ഇത്രയും ഇവിടെ ഒരു സാധനമുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട് കണ്ടോ, ഇവിടെ എല്ലാം സപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഏറ്റവും ഞാൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ടച്ചസ് ഇതൊക്കെ ഇവിടെ ഇങ്ങോട്ട്. ഓക്കെ, ഇത് നോക്കിയാൽ മതി. 24,786 ഇതിന് മുകളിൽ പോയാൽ നമുക്ക് അപ്പ് സൈഡ് നോക്കാം. താഴോട്ട് പോയാൽ ഇതിന് താഴോട്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈ ഇവിടെ കിട്ടും. ഈ ഹൈ ആയിരിക്കും ഏറ്റവും വലിയ ഹൈ, 24,892. ഓക്കെ, ഇടത്താവളം വല്ലതും ഉണ്ടോ? ഇടത്താവളം എന്ന് പറയാൻ ഈ ഇടത്താവളം വേണമെങ്കിൽ ഇത് നമുക്ക് ഇടത്താവളമായിട്ട് കൺസെപ്റ്റ് ചെയ്യാം. ഇത് സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതൊരിടത്താവളമായിട്ട് അവിടെ കിടന്നോട്ടെ. വലിയ ഗുണം നൽപ്പില്ല എങ്കിലും അത് ചിലപ്പം ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അതങ്ങനെ അവിടെ കിടന്നോട്ടെ. ഓക്കെ, താഴോട്ട് അടുത്ത ലോ ഇത് ഈ ലോ. ഓക്കെ, 24,677. ദൈവമേ, അവിടെയൊക്കെ വരുമോ കണ്ടറിയാം. ഇടത്താവളം താണ്ടി ഇവിടെ കൂടെ ഉണ്ട്. ഇത് കിടന്നോട്ടെ. വലിയ ഗുണമില്ല എങ്കിലും വലിയ ഗുണം എന്ന് പറയാൻ വെച്ചൊന്ന് കറക്റ്റ് ചെയ്തോണ്ട് നോക്കട്ടെ. ഇങ്ങനെ ആയിക്കട്ടെ. ഓക്കെ, 710, 730, 710, 677. ഓക്കെ, ഇത്രയും മതി. പിന്നെ താഴെ പോകുകയാണെങ്കിൽ നമുക്ക് അന്നേരം വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻട്രാഡേ ബേസിസിൽ നിഫ്റ്റിയെ പറ്റി പറയാനുള്ള സംഗതികൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം? ഇനി അടുത്ത് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിഷ് സെറ്റപ്പിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസം നിഫ്റ്റി 80 പോയിൻ്റ് താഴെ പോയപ്പോഴും ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തു? മുകളിലോട്ട് 150, 200 പോയിൻ്റ്. എത്ര പോയിൻ്റ് കയറി? 200 പോയിൻ്റ്.
200 പോയിൻറ്റ് സാധനം മുകളിലോട്ട് വരും. നമ്മൾ 82 പോയിൻറ്റ് നിഫ്റ്റി ഡൗൺ ആണ്, പക്ഷേ ബാങ്ക് നിഫ്റ്റി 203 പോയിൻറ്റ് അങ്ങനെ രണ്ടും വിപരീത ദിശയിലാണ്. അത് വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, എനിവേ എന്തായാലും ഓൾ ടൈം ഹൈ റേഞ്ചിലാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. പക്ഷേ നിഫ്റ്റി സഹകരിച്ചില്ലെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് പ്രയാസമായിരിക്കും. എങ്കിലും കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ 55,875 55,875 ബ്രേക്ക് ചെയ്താൽ 56,116. ഓക്കെ, ഇതാണ് ഓൾ ടൈം ഹൈ. ഇവിടെ വന്ന് എന്ത് സംഭവിക്കാൻ നോക്കുക. ഇവിടുന്ന് റെസിസ്റ്റൻസ് ആണോ അതോ ബ്രേക്ക് ചെയ്യുമോ നോക്കുക. ഇവിടുത്തെ സെറ്റപ്പ് അനുസരിച്ച് വേണം ഫർദർ മൂവ്. പക്ഷേ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ, ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി സഹകരിക്കാതെ ഒരിക്കലും ബാങ്ക് നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നിഫ്റ്റി ഇവിടെ സഹകരിച്ചെങ്കിലേ ബാങ്ക് നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ 56,116 നേരെ തലയും കുത്തി താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. ബാക്കി വരെയെല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. ഇതിനകത്ത് എവിടെ ഓപ്പൺ ചെയ്യുന്നു, എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു നോക്കിയിട്ട് അങ്ങോട്ട് ട്രേഡ് എടുക്കുക. ഓക്കെ, അടുത്തത് മിഡ് ക്യാപ്പിനകത്തിൽ നല്ലൊരു എന്താ പറയുന്നത്, ഒരു ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ മാർക്കറ്റ് 12,694 ക്ലോസ് ചെയ്തേക്കുന്നത്. 712 ഓക്കെ, ഈ റേഞ്ചിലാണ് കറക്റ്റ്. ഈ നമ്മുടെ ഈ ലൈനിലാണ് ക്ലോസ് ചെയ്തത്. 12,712 കണ്ടോ, മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 712. നമ്മുടെ ഈ ലൈനിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് നോക്കാം. മോളോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലൈൻ മോളോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മോളോട്ട് കളർ മാറ്റി. ഓക്കെ, താഴോട്ടാണെങ്കിൽ ഇത്, മുകളിലോട്ടാണെങ്കിൽ ഇത്, എങ്ങോട്ടാണോ ആ വഴിക്ക് പോവുക. എന്തായാലും ഈ ഓൾ ടൈം ഹൈ ഈ 12,781 വളരെ സൂക്ഷിക്കണം. അവിടുന്ന് തിരിച്ച് താഴോട്ട് വരുമോ മുകളിലോട്ട് പോകുന്ന ശരിക്കും പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാത്രമേ ട്രേഡ് എടുക്കാവൂ. പിന്നെ ഹൈ പ്രീമിയം ആണ്, അതുകൊണ്ട് വലിയ ട്രേഡൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല പ്രീമിയമാണ്, സ്റ്റോക്ക് കോൺട്രാക്ട് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ ഇതാണ് 3 ഇൻഡെക്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി ധാരാളം ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. നിങ്ങൾക്ക് ആർക്കും കൊണ്ട് അവിടെ ചേരാം. അവിടെ വേറെ കോളുകളോ കാര്യങ്ങളോ അങ്ങനെയുള്ള പരിപാടികളോ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് എന്നെക്കൊണ്ട് കഴിയാവുന്ന അപ്ഡേഷൻസും അല്ലെങ്കിൽ ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാനവിടെ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അല്ല വേറെ ഒരു കോൾ സജഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചാർട്ടിനകത്തിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അവിടെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ രാവിലെ പ്രീ മാർക്കറ്റ് തുടങ്ങുമ്പോൾ ഒരു സമ്മറി ഞാനവിടെ പറയാനുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാം. യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആർക്കൊക്കെ കുറച്ചൊക്കെ പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. എനിവേ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ആൾക്കാർ ചോദിച്ചുകൊണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും വീക്കെൻഡാണ്, എല്ലാം പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്രൈസ് ആക്ഷൻ സീരീസൊക്കെ കാണുക, ഇമ്പോർട്ടൻറ്റ് വീഡിയോസുകൾ കാണുക, പഠിക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കുറുക്കുവഴിയില്ല, ന്യായം പാലിക്കുക. കുറുക്കുവഴിയില്ല, പഠിക്കുക, ന്യായം പാലിക്കുക. സൂപ്പറായിട്ട് വിജയിക്കാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പോളിൽ ഏകദേശം 30% ആൾക്കാർ മന്ത്ലി പച്ച കത്തിച്ചു. അത് ചില്ലറ കാര്യമൊന്നും അല്ല കേട്ടോ. 30% എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും അല്ല. സെബി പറയുന്നത് ആകെ 7% പറയുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ 30% പച്ച കത്തിച്ചു. അതൊരു നല്ല അഭിമാനകരമായ കാര്യം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഈ 30 എന്നുള്ളത് 40, 50, 60 ഒക്കെ ആക്കണം നമുക്ക്. ഓക്കെ, അപ്പം കുറച്ച് പേരെന്നോട് പറഞ്ഞു, സാർ ഞങ്ങൾ ലോസ് ആണെങ്കിലും വളരെ നോമിനൽ ലോസാണ്, ലോസ് എന്ന് പറയാനും മാത്രമേ ഉള്ളൂ, പഴയതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫാർ 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 ബെറ്ററായി എന്നാണ്. പണ്ടൊക്കെ കണ്ണു അടച്ച് പോകുന്ന വഴിക്കായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഞങ്ങൾ ഞങ്ങളുടെ ലോസിനെ ലിമിറ്റ് ചെയ്യാൻ പഠിച്ചു എന്ന് എല്ലാവരും കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം എല്ലാവരും വീണ്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ന്യായം പാലിച്ച് ട്രേഡ് ചെയ്യുക. എങ്ങനെയാണെങ്കിൽ വിജയിക്കാൻ പറ്റാം. ന്യായം നമുക്കൊരു തരംഗമാക്കണം. ഓക്കെ, ന്യായം നമുക്കൊരു തരംഗമാക്കണം. അതിന് നിങ്ങളുടെ സഹകരണം കൊണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ വീക്ക് ആശംസിക്കുന്നു. നെക്സ്റ്റ് വീക്ക് ഒരു പ്രോഫിറ്റബിൾ വീക്ക് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.